മെയ് 1, 2026 നമുക്കൊരു വലിയ ഗിഫ്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിരിക്കുന്നത്. അതായത് വാണിജ്യ സിലിണ്ടർ, കൊമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെ വില കുത്തനെ കൂടി എന്നുള്ളത്. അത് ഒന്നും രണ്ടൊന്നുമല്ല, ഏകദേശം 993 രൂപയോളം കൂടി. ഡൽഹിയിലെ ഇപ്പോഴത്തെ വില ഏകദേശം 3071 രൂപ 50 പൈസയാണ്. അതുപോലെ മുംബൈയിൽ കൂടിയിട്ടുണ്ട്, കൊൽക്കട്ടയിൽ കൂടിയിട്ടുണ്ട്, ചെന്നൈയിലെല്ലാം കൂടി ഏകദേശം 3200 രൂപയോളമായി ചെന്നൈയിലും കൊൽക്കട്ടയിലുമെല്ലാം. അപ്പോൾ വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് റെസ്റ്റോറൻറ്റിനെ, ഹോട്ടലിനെ, 5 സ്റ്റാർ ഹോട്ടൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അത് ബാധിക്കും. അപ്പോൾ അവർ ഈ ഗ്യാസിന് പ്രൈസ് കൂട്ടുമ്പോൾ അവർ നാച്ചുറലി എന്ത് ചെയ്യും? ആഹാര സാധനങ്ങളുടെ വില കൂട്ടും. അപ്പം തീർച്ചയായിട്ടും ഈ ഹോട്ടലുകളെല്ലാം ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് താങ്ങാത്ത ഒരവസ്ഥ വരും. അതായത് ആഹാര സാധനങ്ങളുടെ വിലയെല്ലാം കുത്തനെ ഉയരും. ഈ പശ്ചിമേഷ്യയിലുണ്ടായ ഈ യുദ്ധം കാരണമാണ് ഈ വിലക്കയറ്റം ഉണ്ടായെന്ന് പറയുന്നു. അപ്പം ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു യുദ്ധമാണ്. കാര്യം ഈ ഇറാനെ പോലുള്ള രാജ്യത്തിനെ കയറി ആക്രമിച്ച് ഈ വേണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇപ്പം ഈ പറയുന്ന പോലെയുള്ള അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഭരണാധികാരികളും ഉണ്ട്. അത് നമുക്കറിയാം ആരാണെന്നുള്ളത്, ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്? ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ മരിക്കുകയുണ്ടായ ആ രാജ്യങ്ങളിൽ. അതുപോലെ തന്നെയാണ് ഇതിന് പരിണത ഫലമായിട്ടാണ് ഈ ഗ്യാസിൻ്റെ എല്ലാം വില വർദ്ധിക്കുന്നത്. അപ്പം ഈ ഇടയ്ക്കൊരു വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് ഇന്ത്യ ട്രേഡ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതായത് റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും എല്ലാം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ എല്ലാം കുറച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നും വെനിസുലയിൽ നിന്നും എല്ലാം ഇറക്കുമതി ചെയ്യണം. അതായത് അമേരിക്കയിൽ നിന്നും പ്രകൃതിവാതകവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ട്രേഡ് കരാർ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇതെന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതായത് ഈ ആഗോളതലത്തിൽ ഈ എണ്ണ വില കൂടുമ്പോൾ തീർച്ചയായിട്ടും എണ്ണ കമ്പനികളുടെ ഔട്ട്പുട്ട് ചിലവ് കൂടും, അല്ലെങ്കിൽ ഇൻപുട്ട് ചിലവ് എല്ലാം കൂടും. അങ്ങനെ കൂടുന്നതിൻ്റെ പരിണത ഫലമായിട്ടാണ് വില കൂടുന്നത്. അപ്പോൾ വില കൂടുമ്പം തീർച്ചയായിട്ടും അത് സാധാരണ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയാം. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വില കുറച്ച് ക്രൂഡ് ഓയിലും ഗ്യാസും എല്ലാം പർച്ചേസ് ചെയ്തിരുന്നത് മതിയാക്കി ഇനി വൻ തുകയ്ക്ക് അമേരിക്കയിൽ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യേണ്ട ഒരു ദയനീയ അവസ്ഥയിലൂടെ ആയിരിക്കും ഇനി